ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുത്താൽ അതിൻ്റെ കുക്കറിന് അടപ്പിടാതെ ഇത് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ പതയൊക്കെ കോരി കളയുക. എന്നിട്ട് അത് അടച്ചു വെക്കുക. പിന്നെ ബാക്കി കഷ്ണങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കിയാൽ തുടങ്ങാം. ഇതിൻ്റെ മസാലകൾ റെഡിയാക്കി എടുക്കാം. ചട്ടി വെച്ച് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തിട്ടിട്ട് ഇത് നമുക്കിനി ചെറിയ ചൂടാക്കി എടുക്കാം. ഇങ്ങനെയൊന്ന് ചൂടാക്കി ചേർക്കുമ്പോഴാണ് ഇതിൽ ഉലുവയും ജീരകപ്പൊടിയും കൂടെ ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ഇതാണ് സാമ്പാറിൻ്റെ കഷ്ണം. ഇന്ന് ഒരു വെറൈറ്റി സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇങ്ങനെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. പച്ചക്ക് മുറിച്ചൊക്കെ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ വഴറ്റി ഒന്ന് ചേർത്താൽ അതിന് ടേസ്റ്റ് കൂടും. ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കഷ്ണത്തിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു വിസിലടിച്ചിട്ട് ഇത് കുക്കർ ബന്ധാക്കി വെക്കുക. ബാക്കി അവിടെ ഇരുന്ന് വേകും, അല്ലെങ്കിൽ എല്ലാം ഉടഞ്ഞു പോകും. ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് അത് വേവിച്ചെടുക്കുക. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിലടിക്കാവും, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോകും. നമുക്കിത് ഇറക്കി വെക്കാം. കുക്കറിൻ്റെ ചൂടാണി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഇത് ശകലം സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടിയും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർക്കാം. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ. ഒരിക്കലും ഇത് ഡയറക്റ്റ് വെന്ത കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കരുത്. അത് കട്ടയായിട്ട് കിടക്കും. ഇത് നമുക്കിനി പിഴിഞ്ഞു വെച്ച പുളിവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ്. ഇതിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊഴിച്ചിട്ട് അത് നല്ലോണം കലക്കി മിക്സ് ആക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കലങ്ങി കിട്ടത്തില്ല. കട്ടകളൊക്കെ മാറി നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറൊന്ന് തുറക്കാം. ഇതിലേക്ക് നമുക്ക് സാമ്പാർ മസാല നമ്മൾ കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ചില അദരക്ക് ലഹസൂൺ പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലോണം ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിന് കടുക് വറക്കാൻ ആവശ്യം തയ്യാറെടുക്കാം. ചീനച്ചട്ടി വെച്ച് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. ഈ സാമ്പാറിലേക്ക് നമുക്ക് ശകലം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതാണ് ഒരു നല്ല മണം കാണും. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് വന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് ടച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കി എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ആളുവരേക്കും ബായ്.